പ്രിയമുള്ളവരെ, എന്നും ചർച്ചകൾക്കും പഠനങ്ങൾക്കും ഒക്കെ വിധേയമാകുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് മഹാഭാരതം. മഹാഭാരതം എന്ന ഈ ഇതിഹാസകൃതിയിലെ പറയപ്പെടുന്ന ചില വ്യക്തികളുണ്ട്. ഇവരിൽ ശ്രേഷ്ഠ വ്യക്തിത്വം, അതായത് എടുത്തു പറയുന്ന രണ്ട് വ്യക്തികൾ, അർജുനനാണോ കർണനാണോ ശ്രേഷ്ഠ വ്യക്തിത്വം എന്ന ചോദ്യത്തിന് ഒരു സമഗ്ര റിപ്പോർട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഭാരതീയ ഇതിഹാസങ്ങളിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ മനുഷ്യബന്ധങ്ങളുടെയും ധാർമ്മിക സംഘർഷങ്ങളുടെയും ആവിഷ്കാരമാണ് മഹാഭാരതം. ഈ ഇതിഹാസത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ അർജുനനും കർണനും തമ്മിലുള്ള താരതമ്യം നൂറ്റാണ്ടുകളായി സാഹിത്യകാരന്മാരുടെയും തത്വചിന്തകരുടെയും ഇടയിൽ സജീവമായ ചർച്ചാവിഷയമാണ്. ശ്രേഷ്ഠൻ എന്ന പദത്തിന് കേവലം കായികബലം എന്നതിലുപരി ധാർമ്മികത, വ്യക്തിത്വമഹിമ, പ്രതിസന്ധികളിലെ മനോഭാവം എന്നിങ്ങനെ വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇനി ഞാൻ ഉറങ്ങട്ടെ പോലുള്ള നോവലുകളുടെയും വിവിധ ചലച്ചിത്ര ആവിഷ്കാരങ്ങളുടെയും സ്വാധീനത്താൽ കർണന് ലഭിക്കുന്ന സഹതാപ തരംഗം പലപ്പോഴും യഥാർത്ഥ വ്യാസമഹാഭാരതത്തിലെ കർണനെ മറയ്ക്കുന്നുണ്ട്. എന്നാൽ മൂലകൃതിയെയും കുട്ടിക്കൃഷ്ണന്മാരാരുടെ ഭാരത പര്യടനം പോലുള്ള ആധികാരിക നിരൂപണങ്ങളെയും അടിസ്ഥാനമാക്കി സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അർജുനനാണ് കർണനേക്കാൾ സർവദാ ശ്രേഷ്ഠനായ കഥാപാത്രം എന്ന് നിസ്സംശയം സ്ഥാപിക്കാൻ കഴിയും. ഈ വീഡിയോ മഹാഭാരതത്തിലെ നിർണായക സന്ദർഭങ്ങൾ, പൂർവജന്മ ചരിത്രം, യുദ്ധനൈപുണ്യം, മലയാള സാഹിത്യ വിമർശനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഈ നിഗമനത്തെ സമഗ്രമായി വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണ്. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ മനസ്സിലാക്കാൻ അവരുടെ പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള അറിവ് അത്യന്താപേക്ഷിതമാണ്. അർജുനനും കർണനും തമ്മിലുള്ള വൈരം കേവലം ഈ ജന്മത്തിലെ മത്സരമല്ല, മറിച്ച് യുഗങ്ങളായി തുടരുന്ന ഒരു പോരാട്ടത്തിൻ്റെ തുടർച്ചയാണ്. ശ്രീകൃഷ്ണനും അർജുനനും ഋഷികളായ നരനാരായണന്മാരുടെ അവതാരങ്ങളാണെന്ന് വ്യാസഭാരതം വ്യക്തമാക്കുന്നു. ലോക നന്മയ്ക്കും ധർമ്മ സംസ്ഥാപനത്തിനുമായി അവതരിച്ചവരാണ് ഇവർ. മറുവശത്ത് കർണൻ എന്നത് പൂർവജന്മത്തിൽ ദംഭോദ്ഭവൻ എന്ന അസുരനായിരുന്നു. സൂര്യദേവന്റെ അനുഗ്രഹത്താൽ സഹസ കവചങ്ങൾ ലഭിച്ച ദംഭോദ്ഭവൻ ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കുകയും ഋഷികളെ പീഡിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ നരനാരായണന്മാരാൽ വധിക്കപ്പെടുമെന്ന ഘട്ടത്തിൽ ഇദ്ദേഹം സൂര്യനിൽ അഭയം പ്രാപിച്ചു. ആ അസുരാംശമാണ് പിന്നീട് കർണനായി ജനിക്കുന്നത്. ഈ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അർജുനൻ ദൈവികമായ ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനായും കർണൻ അഹന്തയുടെയും അധർമ്മത്തിൻ്റെയും തുടർച്ചയായും കാണപ്പെടുന്നു. കർണന് പാണ്ഡവരോടും കൃഷ്ണനോടും തോന്നുന്ന സ്വാഭാവികമായ പകയുടെ അടിസ്ഥാനം ഈ പൂർവജന്മ വാസനയാണ്. അർജുനനാകട്ടെ തൻ്റെ കർമ്മങ്ങൾ കൃഷ്ണനിലേക്ക് സമർപ്പിക്കുന്നതിലൂടെ നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുന്ന യോഗിയായി മാറുന്നു. ഒരു വ്യക്തിയുടെ ശ്രേഷ്ഠത അളക്കുന്നത് അയാൾ വിജയങ്ങളെയും പരാജയങ്ങളെയും എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. കർണന്റെ ജീവിതം പരിശോധിച്ചാൽ അത് മുഴുവൻ സ്വന്തം സ്വത്വങ്ങളെക്കുറിച്ചുള്ള ആകുലതകളാൽ നിറഞ്ഞതാണെന്ന് കാണാം. താൻ സൂതപുത്രനാണെന്ന ചിന്തയും ക്ഷത്രിയനായി അംഗീകരിക്കപ്പെടാനുള്ള വ്യഗ്രതയും കർണനെ എപ്പോഴും അസ്വസ്ഥനാക്കിയിരുന്നു. ഈ അപകർഷതാബോധം അഹന്തയായാണ് പുറത്തു വന്നത്. താൻ അർജുനനേക്കാൾ കേമനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് കർണൻ പലപ്പോഴും യുദ്ധം ചെയ്തത്. കുട്ടിക്കൃഷ്ണമാരാർ തൻ്റെ ഭാരത പര്യടനം എന്ന കൃതിയിൽ കർണന്റെ ഈ മനോഭാവത്തെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. കർണന്റെ ദാനശീലം പോലും പലപ്പോഴും
പ്രശസ്തിക്കും സ്വന്തം ഈഗോ സംതൃപ്തിക്കും വേണ്ടിയുള്ളതായിരുന്നുവെന്ന് മാരാർ നിരീക്ഷിക്കുന്നു. മറുവശത്ത് അർജുനൻ ഒരിക്കലും താൻ ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടില്ല. അർജുനൻ തൻ്റെ കഴിവുകളെ ധർമ്മ സംസ്ഥാപനത്തിനുള്ള ഉപാധിയായി മാത്രമാണ് കണ്ടിരുന്നത്. ശിവനിൽ നിന്ന് പാശുപതാസ്ത്രം നേടിയപ്പോഴും ഇന്ദ്രലോകത്ത് നിന്ന് ദിവ്യായുധങ്ങൾ നേടിയപ്പോഴും അർജുനൻ അഹങ്കരിച്ചിട്ടില്ല. ഉർവശിയുടെ ശാപം ലഭിച്ചപ്പോൾ പോലും, അതും നപുംസകമായി മാറട്ടെ എന്ന ശാപം ലഭിച്ചപ്പോൾ പോലും അത് അജ്ഞാതവാസകാലത്ത് ഗുണകരമായി മാറ്റാൻ അർജുനന് സാധിച്ചു. പ്രതികൂല സാഹചര്യങ്ങളെ ക്ഷമയോടെ നേരിടാനുള്ള അർജുനന്റെ ഈ കഴിവിനെയാണ് സ്ഥിരപ്രജ്ഞ എന്ന് ഗീതയിൽ വിശേഷിപ്പിക്കുന്നത്. ഒരു പുരുഷന്റെ യഥാർത്ഥ മഹത്വം സ്ത്രീകളോടുള്ള അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെയാണ് കർണൻ എന്ന കഥാപാത്രം ധാർമ്മികമായി പൂർണ്ണമായും പരാജയപ്പെടുന്നത്. ദ്രൗപദി വസ്ത്രാക്ഷേപ വേളയിൽ കർണന്റെ പങ്ക് പലപ്പോഴും ലഘൂകരിച്ച് കാണിക്കാറുണ്ട്. എന്നാൽ വ്യാസഭാരതത്തിൽ ഏറ്റവും ക്രൂരമായ വാക്കുകൾ ഉപയോഗിച്ചത് കർണനാണ്. അതിൽ പ്രധാനമാണ് ബന്ധകി പ്രയോഗം. പാണ്ഡവർ അടിമകളായെന്നും 5 പേരെ വിവാഹം കഴിച്ച ദ്രൗപദി ഒരു വേശ്യ, അതായത് ബന്ധകി ആണെന്നും സഭയിൽ വിളിച്ചു പറഞ്ഞത് കർണനാണ്. ഇനി വസ്ത്രാക്ഷേപത്തിന് പ്രേരണ നൽകിയതോ? വികർണനെ പോലുള്ള കൗരവപക്ഷത്തെ യുവാക്കൾ പോലും ദ്രൗപദിയോട് ചെയ്യുന്നത് അധർമ്മമാണെന്ന് വാദിച്ചപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ദുശാസനനോട് ദ്രൗപദിയുടെ വസ്ത്രം അഴിക്കാൻ ആജ്ഞാപിച്ചത് കർണനാണ്. ഈ സന്ദർഭത്തിൽ അർജുനൻ മൗനം പാലിച്ചത് ജ്യേഷ്ഠനായ യുധിഷ്ഠിരന്റെ ധർമ്മത്തിന് വിധേയനായതുകൊണ്ടാണ്. എന്നാൽ ഉള്ളിൽ തിളച്ചുമറിയുന്ന കോപമുണ്ടായിരുന്നിട്ടും ധർമ്മക്കെട്ടുകൾ പൊട്ടിക്കാതിരുന്നത് അർജുനന്റെ ആത്മനിയന്ത്രണത്തെ കാണിക്കുന്നു. കർണനാകട്ടെ കിട്ടിയ അവസരം മുതലെടുത്ത് ഒരു സ്ത്രീയെ പരസ്യമായി അപമാനിക്കാൻ കൂട്ടുനിൽക്കുക മാത്രമല്ല, അതിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഇത് കർണന്റെ വീരവാദം പൊള്ളയാണെന്നും ഉള്ളിൽ തികഞ്ഞ പകയും അസൂയയും നിറഞ്ഞ വ്യക്തിയാണെന്നും തെളിയിക്കുന്നു. കർണനാണോ അർജുനനാണോ മികച്ച വില്ലാളി എന്ന തർക്കം പലപ്പോഴും വികാരപരമായാണ് സമീപിക്കാറുള്ളത്. എന്നാൽ മഹാഭാരതത്തിലെ യുദ്ധസന്ദർഭങ്ങളെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്താൽ അർജുനന്റെ മേധാവിത്വം വ്യക്തമാകും. പാണ്ഡവരുടെ വനവാസക്കാലത്ത് അവരെ പരിഹസിക്കാൻ ഘോഷയാത്ര നടത്തിയ ദുര്യോധനനെയും കർണനെയും ഗന്ധർവന്മാർ ആക്രമിക്കുന്നു. ചിത്രസേനൻ എന്ന ഗന്ധർവ രാജാവുമായുള്ള യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ കർണൻ പടക്കളത്തിൽ നിന്ന് ഓടിപ്പോകുന്നു. എന്നാൽ പിന്നീട് യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം അവിടെ എത്തുന്ന അർജുനൻ അതേ ഗന്ധർവന്മാരെ തോൽപ്പിക്കുകയും ദുര്യോധനനെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. ഏറ്റവും മികച്ച പോരാളി എന്ന് കർണനെ വാഴ്ത്തുന്നവർ പലപ്പോഴും സൗകര്യപൂർവ്വം മറക്കുന്ന ഒരു അധ്യായമാണത്. അർജുനന്റെ വീരത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് വിരാട പർവം. അതിലെ സാഹചര്യം എന്ന് പറയുന്നത് അജ്ഞാതവാസകാലത്ത് ബൃഹന്നള വേഷത്തിലായിരുന്ന അർജുനൻ ഉത്തര കുമാരനെ സാരഥിയാക്കി ഒറ്റയ്ക്ക് കൗരവപ്പടയെ നേരിടുന്നു. ഇതിലെ എതിരാളികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഭീഷ്മർ, ദ്രോണർ, കർണൻ, അശ്വത്ഥമാവ്, ദുര്യോധനൻ തുടങ്ങിയ മഹാരഥന്മാരടങ്ങിയ വൻ സൈന്യമായിരുന്നു. ഈ യുദ്ധത്തിന്റെ ഫലമോ? ഈ യുദ്ധത്തിൽ അർജുനൻ എല്ലാവരെയും പരാജയപ്പെടുത്തി. കർണനെ നേരിട്ട യുദ്ധത്തിൽ കർണൻ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടുന്നു. കർണന്റെ കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെടുന്നതിന് മുൻപായിരുന്നു ഈ യുദ്ധം എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. തനിക്ക് ദൈവികമായ കവചമുണ്ടായിട്ടും അർജുനന്റെ ഗാന്ധീവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കർണന് സാധിച്ചില്ല. കർണ അർജുന താരതമ്യത്തിൽ മലയാള സാഹിത്യത്തിലെ 2 സുപ്രധാന കൃതികളുടെ നിരീക്ഷണങ്ങൾ അതീവ പ്രാധാന്യമർഹിക്കുന്നു. മലയാളത്തിലെ ഏറ്റവും മികച്ച നിരൂപണ ഗ്രന്ഥങ്ങളിലൊന്നായ ഭാരത പര്യടനത്തിൽ
കുട്ടിക്കൃഷ്ണമാരാർ കർണനെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ കർണനെ വിശകലനം ചെയ്യുന്നത് കർണന്റെ അരങ്ങുചേറ്റം എന്ന അധ്യായത്തിലാണ്. മാരാരുടെ നിരീക്ഷണങ്ങൾ ഇപ്രകാരമാണ്. അതിൽ ഒന്ന്, യുദ്ധത്തിന്റെ ഉത്തരവാദി, അതായത് കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാമായിരുന്നുവെന്നും എന്നാൽ ദുര്യോധനന് യുദ്ധത്തിനുള്ള അമിത ആത്മവിശ്വാസം നൽകിയത് കർണനാണെന്നും മാരാർ സമർത്ഥിക്കുന്നു. ഞാൻ അർജുനനെ കൊന്നുകൊള്ളാം എന്ന കർണന്റെ നിരന്തരമായ വീരവാദങ്ങളാണ് ദുര്യോധനനെ സന്ധിക്കും വഴങ്ങാത്ത യുദ്ധത്തിലേക്ക് നയിച്ചത്. മറ്റൊന്നാണ് അസൂയയുടെ ആൾരൂപം. കർണന്റെ ജീവിത ലക്ഷ്യം തന്നെ അർജുനനെ തോൽപ്പിക്കുക എന്നതായിരുന്നു. ഇത് കേവലം മത്സരം ആയിരുന്നില്ല, മറിച്ച് അസൂയ ആയിരുന്നു. മാരാർ ചോദിക്കുന്നു, അർജുനൻ എപ്പോഴെങ്കിലും കർണനെ തോൽപ്പിക്കാനായി മാത്രം ജീവിച്ചിട്ടുണ്ടോ? ഇല്ല. അർജുനന്റെ ലക്ഷ്യം ധർമ്മ സംസ്ഥാപനമായിരുന്നു. മാരാർ ചൂണ്ടിക്കാണുന്ന മറ്റൊന്നാണ് ദാനശീലത്തിലെ പൊള്ളത്തരം. അതായത് കർണൻ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്തത് യശസ്സിനും കീർത്തിക്കും വേണ്ടിയാണെന്ന് മാരാർ വിമർശിക്കുന്നു. ജീവൻ രക്ഷിക്കാൻ അച്ഛനായ സൂര്യൻ നൽകിയ മുന്നറിയിപ്പ് പോലും അവഗണിച്ച് ദാനവീരൻ എന്ന പേര് നിലനിർത്താനാണ് കർണൻ ശ്രമിച്ചത്. ഇത് ആത്മഹത്യാപരമായ അഹന്തയാണ്. ദ്രൗപദിയുടെ കാഴ്ചപ്പാടിലൂടെ ഇതിഹാസത്തെ നോക്കിക്കാണുന്ന നോവലാണ് PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതി. കർണൻ ഒരു ട്രാജിക് ഹീറോയായി പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വീഴ്ചകൾ മറച്ചുവെക്കുന്നില്ല. ബാലകൃഷ്ണന്റെ കർണൻ വിധിയുടെ കളിപ്പാവയാണ്. പാണ്ഡവരുടെ ജ്യേഷ്ഠനാണെന്ന സത്യം അറിഞ്ഞിട്ടും അതൊന്ന് തുറന്നു പറയാൻ കഴിയാതെ ദുര്യോധനനോടുള്ള നന്ദിയുടെ പേരിൽ അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കേണ്ടി വന്ന ഗതികേടാണ് ഇവിടെ കാണിക്കുന്നത്. ദ്രൗപദിയെ സഭയിൽ അപമാനിച്ച കർണനോട് അവൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിലും യുദ്ധ അവസാനം കർണൻ പാണ്ഡവരുടെ ജ്യേഷ്ഠനായിരുന്നു എന്നറിയുമ്പോൾ അവൾ അനുഭവിക്കുന്ന ആത്മസംഘർഷം നോവലിൽ വരച്ചു കാട്ടുന്നു. എങ്കിലും കർണന്റെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നില്ല, മറിച്ച് ആ വ്യക്തിയോട് സഹതാപം തോന്നുക മാത്രമാണ് ചെയ്യുന്നത്. ഈ രണ്ട് കൃതികളും അടിവരയിടുന്നത് ഒരു കാര്യമാണ്. കർണൻ ഒരു വലിയ മനുഷ്യനായിരിക്കാം, പക്ഷേ അർജുനൻ ഒരു ഉത്തമ മനുഷ്യനാണ്. കർണന്റെ വധം അധർമ്മമായിരുന്നുവെന്ന് പലപ്പോഴും വാദിക്കപ്പെടുന്നുണ്ട്. രഥചക്രം താഴ്ന്നു പോയപ്പോൾ നിരായുധനായ കർണനെ അർജുനൻ കൊന്നു എന്നാണ് ഉപരിപ്ലവമായ വായന. കർണൻ നിരായുധനായിരുന്നില്ല. യുദ്ധ നിയമങ്ങൾ ലംഘിച്ച് രഥം ഉയർത്താൻ ശ്രമിക്കുമ്പോഴും കർണന്റെ കൈവശം ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചില വ്യാഖ്യാനങ്ങൾ പറയുന്നു. കർണൻ അപ്പോഴും അർജുനെതിരെ അസ്ത്രങ്ങൾ എയ്യുന്നുണ്ടായിരുന്നു. കർണന്റെ അധർമ്മത്തിന്റെ മറ്റൊരു നേർസാക്ഷ്യമാണ് അഭിമന്യുവധത്തിനുള്ള അല്ലെങ്കിൽ അഭിമന്യുവധം. അതിന് കിട്ടിയ ശിക്ഷയാണ് കർണന്റെ മരണം. നിരായുധനായ ഒരു ബാലനെ, അതായത് അഭിമന്യുവിനെ മഹാരഥന്മാർ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ കർണൻ യുദ്ധധർമ്മം ഓർത്തില്ല. കർണനാണ് അഭിമന്യുവിന്റെ വില്ല് പിന്നിൽ നിന്ന് മുറിച്ചത്. അന്ന് നീ എവിടെയായിരുന്നു, അല്ലെങ്കിൽ അന്ന് നിന്റെ ധർമ്മം എവിടെയായിരുന്നു എന്ന കൃഷ്ണന്റെ ചോദ്യം ഈ ഇരട്ടത്താപ്പിനെ തുറന്നു കാട്ടുന്നു. പിന്നെ കർണന് ശാപങ്ങളുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു. കർണന്റെ മരണം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. പരശുരാമന്റെ ശാപം, അതായത് ബ്രഹ്മാസ്ത്രം മറന്നുപോകും. പിന്നെ ബ്രാഹ്മണ ശാപം, പശുവിനെ കൊന്നതിൻ്റെ ശാപം, രഥചക്രം ഭൂമിയിൽ താഴും എന്നുള്ളത്, പിന്നെ ഭൂമിദേവിയുടെ പ്രതികരണം എന്നിവയെല്ലാം ഒത്തുചേർന്ന നിമിഷമായിരുന്നു കർണന്റെ വധസമയം. കർണന്റെ നുണകളും, അതായത് ക്ഷത്രിയനാണെന്ന് കള്ളം പറഞ്ഞതും അഹന്തയുമാണ് ഈ ശാപങ്ങൾക്കെല്ലാം കാരണമായത്. മറ്റൊന്നാണ് ശ്രീകൃഷ്ണന്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. കർണനെ വധിക്കാൻ അർജുനൻ മടിച്ചു നിൽക്കുമ്പോൾ ഇവൻ അധർമ്മത്തിന്റെ പക്ഷത്താണ്, ഇവനെ കൊന്നാലേ ധർമ്മം നിലനിൽക്കൂ എന്ന് പറഞ്ഞ് കൃഷ്ണനാണ് അർജുനനെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ അർജുനൻ ഒരു വ്യക്തിയെയല്ല, അധർമ്മത്തെയാണ് വധിക്കുന്നത്. അർജുനന്റെ വിജയത്തിന് പിന്നിൽ കൃഷ്ണനാണെന്ന് പറഞ്ഞ് അർജുനന്റെ കഴിവുകളെ കുറച്ച് കാണുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് കൃഷ്ണൻ തെരഞ്ഞെടുത്തത്? അതിൽ പ്രധാനമാണ് സമർപ്പണം.
അർജുനൻ കൃഷ്ണനിൽ പൂർണ്ണമായും അഭയം പ്രാപിച്ചു, അല്ലെങ്കിൽ ശരണാഗതി അടഞ്ഞു. ഭഗവത്ഗീതയിൽ അർജുനൻ ചോദിക്കുന്നത്, എനിക്ക് ശ്രേയസ് ഉണ്ടാകുന്നത് എന്താണോ അത് ഉപദേശിച്ചാലും, ഏറ്റവും നല്ലത് ഉപദേശിച്ചാലും എന്നാണ്. മറ്റൊന്ന് കർണന്റെ നിഷേധമാണ് മറ്റൊരു കാര്യം. യുദ്ധത്തിന് തൊട്ടു മുൻപ് കൃഷ്ണൻ കർണനെ കണ്ട് പാണ്ഡവരുടെ പക്ഷത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. നീയാണ് മൂത്തവൻ, നിനക്ക് രാജ്യം നൽകാം എന്ന് കൃഷ്ണൻ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ കർണൻ അത് നിരസിക്കുന്നു. ദുര്യോധനനോടുള്ള കൂറ് ധർമ്മത്തെക്കാൾ വലുതെന്ന് കർണൻ തെറ്റായി വിശ്വസിച്ചു. കൃഷ്ണൻ നൽകിയ രക്ഷാമാർഗം കർണൻ തന്നെ വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് കൃഷ്ണൻ അർജുനനെ സഹായിച്ചു എന്നത് അർജുനന്റെ കുറവല്ല, മറിച്ച് ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരെ ദൈവം സഹായിക്കും എന്ന തത്വത്തിന്റെ തെളിവാണ്. കർണൻ ദൈവത്തെ തിരസ്കരിച്ച് അസുരശക്തിയെ ആശ്രയിച്ചു, അതായത് ദുര്യോധനനെ ആശ്രയിച്ചു. കർണനും അർജുനനും തമ്മിലുള്ള താരതമ്യത്തിൽ വൈകാരികമായി കർണനോട് അടുപ്പം തോന്നുക സ്വാഭാവികമാണ്. തിരസ്കരണത്തിന്റെ വേദനയും വിധി വേട്ടയാടിയ ജീവിതവും കർണനെ ഒരു റൊമാൻറ്റിക് ഹീറോ ആക്കുന്നു. എന്നാൽ വസ്തുതകളും തത്വചിന്തയും ധാർമ്മികതയും അടിസ്ഥാനമാക്കി പരിശോധിക്കുമ്പോൾ അർജുനനാണ് യഥാർത്ഥ നായകൻ. ഈ വീഡിയോയിലെ വിശകലനങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രധാന നിഗമനങ്ങളും ഇതൊക്കെ തന്നെയാണ്. അതായത് ധാർമ്മികമായ ഔന്നത്യമാണ്. സ്ത്രീകളോടും, അതായത് ഉർവശി, ദ്രൗപദി തുടങ്ങിയവരോടും മുതിർന്നവരോടും അർജുനൻ കാണിച്ച ബഹുമാനം കർണനിൽ കാണാനില്ല. ദ്രൗപദിയെ അപമാനിച്ച കർണന്റെ പ്രവൃത്തി പൊറുക്കാനാവാത്ത തെറ്റാണ്. മറ്റൊന്ന് യുദ്ധനൈപുണ്യം. വിരാട യുദ്ധം, ഗന്ധർവ യുദ്ധം, ഖാണ്ഡവദഹനം തുടങ്ങിയ സന്ദർഭങ്ങളിൽ അർജുനൻ തൻ്റെ അജയ്യമായ ശക്തി തെളിയിച്ചിട്ടുണ്ട്. കർണൻ നിർണായക ഘട്ടങ്ങളിൽ എല്ലാം തന്നെ പരാജയപ്പെടുകയായിരുന്നു. പിന്നെ ജീവിത ലക്ഷ്യം, അത് കർണന്റെ ജീവിതം തെളിയിക്കലിന് വേണ്ടിയുള്ള ഓട്ടമായിരുന്നു. താൻ ആരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടമായിരുന്നു. അർജുനൻ്റേത് കടമ നിർവഹിക്കലുമാണ്. പിന്നെ മറ്റൊന്നാണ് പരിണാമം. അതായത് അർജുനൻ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് തുടങ്ങി ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയായി ഒടുവിൽ ഗീതാജ്ഞാനം നേടി യോഗിയായി മാറുന്നു. കർണൻ അഹന്തയിലും പകയിലും തുടങ്ങി അതിൽ തന്നെ ഒടുങ്ങുന്നു. കുട്ടിക്കൃഷ്ണമാരാർ നിരീക്ഷിക്കുന്നത് പോലെ കർണൻ നമ്മളിൽ ഒരാളാണ്, തെറ്റുകളും കുറവുകളും ഉള്ള പച്ചയായ മനുഷ്യൻ. എന്നാൽ അർജുനൻ നമ്മൾ ആകാൻ ആഗ്രഹിക്കേണ്ട മാതൃകയാണ്. തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് ഈശ്വരനിലേക്ക്, അതായത് ധർമ്മത്തിലേക്ക് ഉയരുന്ന ഉത്തമ പുരുഷൻ. അതുകൊണ്ട് മഹാഭാരത കഥയിലെ ഏറ്റവും ശ്രേഷ്ഠനായ കഥാപാത്രം അർജുനൻ തന്നെയാണ്. നന്ദി, നമസ്കാരം.